ഇന്ന് റൂവിൻ്റെ സ്കൂളിൽ ഡാൻസ് ഉണ്ടല്ലോ. എന്താ ഇടുന്ന? ബ്ലൂ കളർ ഡ്രസ്സും ബിസ്റ്റിക് ഉണ്ടാ? സ്കൂൾക്ക് മക്രോണി വേണ്ടല്ലോ. റീനു കൊണ്ടുപോയിക്കോട്ടെ. വേണ്ടല്ലോ. റൂവിൻ്റെ സ്കൂളിൽ കരിഷ്മയാണ്, കരിഷ്മ. ഇന്ന് ഡാൻസ് ഉണ്ട് റൂയിക്ക്. റൂയി ഇന്ന് ഡാൻസ് കളിക്കല്ലോ സ്റ്റേജില്. മക്രോണി താഴെ. എവിടെ? എന്തിനാ? ആ കമ്മലിടാനാ? കമ്മലാണോ കലമ്മയാണോ? കമ്മലുണ്ടാ? അത് വേനിക്കൂല. വേനിക്കണം. ഇന്ന് റൂഹിക്ക് നല്ല മേക്കപ്പ് ഇട്ടു. റൂഹി എവിടെ, റൂഹി എവിടെ ഉമ്മ ചോദിക്കും. ചിക്കൻ ക്രഷ് ചെയ്തിട്ടുള്ള മക്രോണിയാണ്. സ്കൂളിലേക്കും അതാണ് റൂഹിക്ക്. പിസ കഴിച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോകണ്ടല്ലേ റൂഹി? എൻ്റെ ഒരു ബൈ. ഇതാ എവിടുന്ന് പഠിച്ച റൂഹി ഈ ബബിളൂടല്? റൂഹി ഇതിനാണ് വെള്ളം ചോദിച്ചത്? വെക്കോടെ. ഞാൻ ഹേമയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. റൂഹി വെള്ളം കുടിക്കില്ലെങ്കിൽ എൻ്റെ ബബിൾ വിട്ട് കളിക്കലെന്ന്. അടക്ക് അടക്ക്. വലൈക്കും സലാം. മുടി എന്താ കെട്ടാത്തത്? മാഡം പറഞ്ഞിട്ടുണ്ടോ മുടി കെട്ടാതെ വന്നാൽ മതിയെന്ന്? നടക്കുന്ന ഇന്നെന്താ സ്കൂളില് ഡാൻസ്? ഏത് ഡാൻസാ? ഒന്ന് കളിച്ചേ. എങ്ങനെയാണ് ബനാന ചാച്ച? അങ്ങനെയാണ്. നടക്ക പോവാ. വാട്ടർ ബോട്ടിൽ നേരത്തെ കിട്ടി. വാ മതി 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 നടക്ക. അമ്മയോട് പറഞ്ഞിട്ട് ഇക്കാണെന്ന് ബാഗിൽ ലഞ്ച് ബോക്സ് എന്നൊക്കെ വെക്കാൻ പറഞ്ഞിട്ട് വെച്ചത്. അതിൽ ലഞ്ച് ബോക്സ് അവിടെ വെച്ചിട്ട് സ്നാക്ക് ബോക്സും വാട്ടർ ബോട്ടിലും ബാഗിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് മറന്നു. ടിഫിൻ ബോക്സ് അവിടെ റോഹിൻ്റെ അതിലില്ല. എന്തേ പപ്പ കൊണ്ടുപോയി? ആകെ മക്രോണി വിചാരിച്ചിട്ട് എൻ്റെ കുട്ടി പോകണല്ലോ സ്കൂളിലേക്ക്. വെച്ചരാ. അങ്ങനെ അങ്ങനെ വെക്കണ്ട. അങ്ങനെ അപ്പോൾ ചെരിഞ്ഞു പോയില്ലേ? അണ്ടി പപ്പാണെന്ന് റോയിൻ്റെ ഫേവറേറ്റ്. അടുക്ക് അടുക്ക്. ഇതൊക്കെ ആദ്യം ഇതൊക്കെ. പപ്പാക്ക് ഒരു ഓർമ്മയില്ലല്ലേ? നിങ്ങളെന്താ കുട്ടീൻ്റെ ലഞ്ച് ബോക്സ് എടുക്കാഞ്ഞ്? ആ എന്തേ? ഒരു ദിവസം ഒന്ന് ലഞ്ച് ബോക്സ് വെക്കാൻ പറഞ്ഞപ്പോൾ സ്നാക്ക് മാത്രം വെച്ചിട്ട് പോകുന്നത്. ഞാൻ വെറുതെ കിച്ചണിൽ കയറിയപ്പോഴാണ് ഇത് കണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ശരിക്കും ബാഗിലുണ്ടാവുന്നു. നോക്കുവോ? അതിന് വിശക്കൂലായിരുന്നോ? പാവായിരുന്നു എൻ്റെ കുട്ടി. മക്രോണി കഴിക്കാൻ പറ്റാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. നമ്മള് കാണണ്ടേ? ഡാൻസ് കളിക്കാൻ പോവാണ് റോയി. റോയിന്റെ ഫംഗ്ഷനാണ്. അവിടെ ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് ഇതിലൂടെയാണ് കുട്ടികളാക്കുന്നത്. ജുവാൻ വരുന്ന അങ്ങനെ വിചാരിക്കുന്നു. നല്ല പരിചയമുള്ള കുട്ടിയാണല്ലോ എന്ന്. അപ്പൊ നിങ്ങൾ കളർ ഡ്രസ്സാണ്? ടൈമില്ല കേട്ടോ എനിക്ക്. റിസ
ഓടി വന്നാ ബുക്ക് കണ്ടപ്പോഴേക്കും ബുക്ക് കണ്ടപ്പോൾ അവൾ ഓടിയെത്തി. ഇനി ബുക്ക് എവിടെ അവിടെ നോക്കിയാൽ മതി എന്നെ. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. എനിക്ക് രാവിലെ 1-2 വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ മോളുടെ പരിപാടി കാണാൻ പോകും. എൻ്റെ ഉമ്മയും അനിയത്തിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഫങ്ഷൻ കാണാൻ. അപ്പോൾ ഇനി അവരെയും പിക്കേണ്ടി വരും. ഇനി ഞാനൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതും ഈ നൈഹ ബിരിയാണി മാജിക് മസാല വെച്ചിട്ട്. ഈ ഒരു മാജിക് മസാലേൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വരെ പെട്ടെന്ന് വെറും 20 മിനിറ്റിനൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അതായത് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ആ പരിപാടികളൊന്നും വേണ്ട. എല്ലാം ഈ ഒരു മസാലൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ലെഗോൺ ചിക്കൻ വെച്ചിട്ടാണ്. പക്ഷേ നിങ്ങൾ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 15-20 മിനിറ്റിനകത്ത് നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ലെഗോൺ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാറുണ്ട്. അതിനായിട്ട് ലെഗോൺ ചിക്കന് ഒരു 2 ചിക്കൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഗരം മസാലപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഒരു 5-6 വിസിൽ അല്ലെങ്കിൽ അത്യാവശ്യം വേവുന്ന വരെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ ഈ പരിപാടി ഒന്നും ചെയ്യേണ്ട. നേരെ നമ്മൾ മസാലയിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഇനി ഞാനിവിടെ അരി വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൽ അരി വേവിച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ദമ്മിടാം. അപ്പോൾ ചോറ് അവിടെ റെഡിയാവുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് നമ്മുടെ നൈഹ മാജിക് മസാല ബിരിയാണി മസാല എടുത്തിട്ട് ഇതാ ഇങ്ങനെ. ഇത് ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് 1 കിലോ ചിക്കൻ 1 കിലോ റൈസും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയിലോട്ടുള്ള കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കനിലോട്ടാണ് ഈ ഒരു പാക്ക് വേണ്ടത് കേട്ടോ. അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും തൈരും. ഈ വെള്ളത്തിൻ്റെ അളവും തൈരിൻ്റെ അളവൊക്കെ ആ പാക്കിൽ കൊടുത്തിട്ടുണ്ട്, എത്ര എടുക്കണം എന്നുള്ളത്. ഒരു പാക്കിലോട്ട് ഇത്ര അളവിന് വേണം എന്നുള്ളത്. അതിൽ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് വേവിച്ച് വെച്ചുള്ള ചിക്കനാണ്. കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെഗോൺ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാ ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ വേവുന്നവരെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കൂലേ, അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ എൻ്റെ രീതിയിൽ കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം സൺഫ്ലവർ ഓയിൽ ഒരുപാട് ചേർത്തിട്ടില്ല. പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യും ഇതൊക്കെ ബാക്കിയൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. മസാലയൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ ലെയറിൻ്റെ മുകളിലും ഞാൻ കുറച്ച് നെയ്യും മല്ലിയില പുതിനയിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, ബിരിയാണി മസാലപ്പൊടി വേണമെങ്കിൽ ഈ ഓരോ ലെയറിൻ്റെ മേലും ചേർത്ത് കൊടുത്തിട്ട് ദമ്മിട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഉള്ളി വറുത്തിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിനൊന്നും ആവശ്യമില്ല. കാരണം ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക് മസാലയാണ് നൈഹ ബിരിയാണി മാജിക് മസാല കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി അവിടെ ദമ്മിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ദമ്മിട്ടാൽ മതി. എന്നിട്ട് പിന്നെ സെർവ് ചെയ്യാം. ഞാൻ പിന്നെ ബിരിയാണിയിലോട്ടുള്ള സൈഡ് ഡിഷുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് നെല്ലിക്ക ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നെല്ലിക്ക, മുളക് പൊടി, ഉപ്പ്, വിനാഗിരി, വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു അച്ചാറാക്കാൻ വേണ്ടിയിട്ട്. തൈര്, ഉള്ളി സുർക്ക അതൊക്കെ റെഡിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണീൻ്റെ മണം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിക്കുന്ന പോലെ തന്നെ സാധാ ചെയ്തെടുക്കുക. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റൈസ് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ മസാല മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക് മസാലയാണ് നൈഹ ബിരിയാണി മാജിക് മസാല. ഇത് കേടാവില്ല കേട്ടോ, എത്ര വേണമെങ്കിലും എടുത്തു വെക്കാം. പിന്നെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു ഇൻകം ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് റീസെല്ലിംഗ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ട് കേട്ടോ. ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവരുടെ നിന്ന് ഹോൾസെയിൽ പ്രൈസിന് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ബിരിയാണി മസാല വേണ്ടവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇൻകം ആക്കി എടുക്കുന്നവർക്ക് ഇത് ഇവരുടെ നിന്ന് ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് റീസെല്ലിംഗ് ഓപ്ഷനും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈ കാർട്ടിൽ നിന്നാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ റോഹിമോളുടെ ഡാൻസ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇക്ക എൻ്റെ ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അനിയത്തിയും ഉമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോഹിമോളുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് പുറത്തേക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ റോസും ആണെങ്കിൽ ഉമ്മാൻ്റെ അടുത്താണ്, അവിടെയാണ്. അല്ല ഷിഫല്ല അനിയത്തി മക്കളും കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഉമ്മാനെ പെട്ടെന്നാണ് എടുക്കാൻ പോയതൊക്കെ. അപ്പം അവർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ. സ്കൂളിലെത്തിയിട്ടുണ്ട്.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇക്കാടെ ഉമ്മയും മൂത്തച്ചിയും അതുപോലെ തന്നെ നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്കും ഇക്കാൻ്റെ ബ്രദറും വൈഫും അവിടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, ഇവിടെ സീറ്റില്ലാത്തതുണ്ട്. പിന്നെ ഇത് നാത്തൂനാണ്, ചെറിയ നാത്തൂനാണ്. എല്ലാവരും റൂയിമോള് പ്രത്യേകം പറഞ്ഞിരുന്നു വരുമെന്നൊക്കെ, അപ്പോൾ അതുകൊണ്ട് വന്നതാണ്, എല്ലാവരും വന്ന് നോക്കിയതാണ്. പിന്നെ നമുക്ക് സമയം അറിയില്ല അപ്പോഴാന്നുള്ളത്, അപ്പോൾ എല്ലാവരും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ലാസ്റ്റ് ആയിരുന്നു ഇവരുടെ പ്രോഗ്രാം. പിന്നെ ഇവരെൻ്റെ ഫ്രണ്ട്സാണ്, അപ്രതീക്ഷിതമായിട്ട് ഇവിടുന്ന് കണ്ടുമുട്ടിയതാണ്. എന്നാലും കുറേ നാളായിട്ട് കാണാത്ത കുറേ ആൾക്കാരുണ്ട് ഇതിൽ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ക്യാൻറ്റീനിലോട്ട്. അപ്പോഴാണ് ഫ്രണ്ട്സിനെ കണ്ടത്. അപ്പോഴേക്കും ഇവർ ചായ കുടിക്കാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. മൂത്തച്ഛനും നാത്തൂനും ഇക്കാൻ്റെ ബ്രദറും ഒക്കെയും. പിന്നെ ഉമ്മാക്കും എൻ്റെ ഉമ്മാക്കുള്ള ചായ ആണ്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആണോ ആണോ നിന്റെ ഹൈൻ്റെ ഡാൻസ് എന്നാ? എപ്പോഴാണ്? 10 മണിക്കാ? ഞാൻ റൂയിമോളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലോട്ടൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ആൾ ഡ്രസ്സൊക്കെ മാറ്റി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു ഹായൊക്കെ പറഞ്ഞ് ഞങ്ങളോട്. പിന്നെ ഞാനിട്ട് പോകുന്നു, കൂടുതൽ എന്നാൽ ചിലപ്പോൾ എൻ്റെ കൂടെ കൊണ്ട് പോരും. ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അല്ലേ? ഇവളുടേതോ? ഇവള് ഡാൻസ് എന്നാ? ആ നിങ്ങൾ എന്തായാലും നാളെയാണല്ലേ? Our next item on stage is a lively property dance, Funky Prop Show, presented by the children of Endon and Begonia. എനിക്ക് ഫുൾ സോങ് ഇതിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പോൾ ഇതാണ് റൂയിമോളുടെ ഡാൻസ് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായി. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അവളുടെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമെന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ കണ്ടാലും എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ മാക്സിമം കാണാണ്ട് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അതാ ഈ കാണുന്നതായിട്ടാണ് കാണിച്ചു തരാം. പിന്നെ ഇതാ ലിപ്സ്റ്റിക്ക് തുടച്ചിട്ടുണ്ട്, മുഖത്ത് ലിപ്സ്റ്റിക്കൊക്കെ പരന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ആള്, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആളിങ്ങനെ നോക്കുന്നുണ്ട് പുറത്തേക്ക്, നമ്മൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കൈ പൊക്കി കാണിച്ചു കൊടുത്തപ്പോഴാണ് ആള് അപ്പുറത്തെ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, അമ്മ വന്നിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്കാണത് കേട്ടോ. അതാ ഹായ് കാണിച്ചില്ലേ, അതാണ് ആള് നേരെ കാണുന്നത് കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ നേരെ കാണുന്നത്. ഇപ്പോഴാണ് സന്തോഷമായത്. ലിപ്സ്റ്റിക്ക് മൊത്തം പരന്നിട്ടുണ്ട് മുഖത്ത്. പക്ഷെ മാഷാല്ലാ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇക്കാനെയും ബാക്കിലുള്ള ഉമ്മാനെയും എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു, എല്ലാവരോടും ഹായ് കാണിക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് മുഴുവനായിട്ട് നമ്മളെ നോക്കിയിട്ടാണ് കളിച്ചത്. ഇതിൻ്റെ ഒറിജിനൽ വോയിസ് കൊടുത്തിട്ട് ഇത് കാണുമ്പോഴായിരിക്കും വൃത്തി, അതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. അടിക്കുമെന്ന് അറിയില്ല. എന്നാലും അവൾ കളിക്കുന്ന സീനുകളൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ ഇപ്പോൾ ഈ ഒരു ഓപ്ഷനിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. ബോറടിക്കാമെന്ന് അറിയില്ല. പിന്നെ ഇത് മിക്സഡ് ആയിട്ടുള്ളതാണ്, ബോയ്സും ഗേൾസും കൂടി ഉള്ള ഒരു ഡാൻസ് ആയിരുന്നു. അപ്പം ബോയ്സിൻ്റെ ഉണ്ട്, പക്ഷെ സൗണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തോ പോലെ. അപ്പം ഫസ്റ്റ് ഗേൾസ് വന്നു, പിന്നെ ബോയ്സ്, പിന്നെ അതാ മിക്സ് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ ഒരു വൈൻഡിങ് അപ്പ് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്ലൈയിങ് കിസ്സോ കൊടുക്കുന്ന ഒരു സീനുണ്ട്, അതിൽ നല്ല ഭംഗിയുണ്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ലേറ്റായില്ലേ? റൂഹി റൂഹിന്റെ ലിപ്സ്റ്റിക് പോയാ അവിടെ? റൂഹിന്റെ ഡാൻസ് കാണാന് റൂഹിനെ വിളിക്കണതാ? ഐശ്വര്യ വിളിച്ചില്ലേ? റൂഹി നല്ല കുട്ടി ഡാൻസ് കളിച്ചിട്ട്. ആരൊക്കെ റൂഹിന്റെ ഡാൻസ് കാണാൻ വന്നത്? കിട്ടിയാ? ആളെ കിട്ടിയാ? നന്നായിട്ടുണ്ട് ഐശു.
ഐശ്വര്യ കമ്മലുണ്ട് റോഹിക്കില്ല. ഐശ്വര്യ ഇടോക്കെ ഇടോക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കൈ ഇടോ. ആ കയ്യാ ആ റോഹിക്ക് ഇങ്ങനെയല്ലേ കമ്മൽ വെച്ചിട്ടുള്ളത്. അതാണ് റോഹി പറഞ്ഞത് ഇങ്ങനെ കമ്മലില്ല. എല്ലാരും കണ്ടാ ഇവിടെ നോക്ക് എന്ത് സ്റ്റൈലായിക്കിട്ട് നോക്കട്ടെ. പപ്പാന്റെ കൈ മാത്രം പിടിക്കുള്ളൂ. ഇവിടെ നോക്കട്ടെ. എന്താണ്? ആ നല്ല രസമുണ്ട് എന്ന് റൂയി ഡാൻസ് കളിച്ചിട്ട്. ഊയി ആരൊക്കെ ഊയിന്റെ ഡാൻസ് ആണ് വന്നത്? ഷാജാന്റെ ദീദി ആണോ? ഇഷ്ടായി? എല്ലാരും എന്താ പറഞ്ഞേ? എല്ലാരും ക്ലാപ്പ് ചെയ്ത. റൂയി ഇമ്മനെ കണ്ട സ്റ്റേജിൽ വന്ന്? പിന്നെ ആരെ കണ്ട റൂയി? ഇസനെ കണ്ട. ഊയിക്ക് സന്തോഷായ? മമ്മനെ കണ്ട സ്റ്റേജിൽ വന്ന്? പിന്നെ ആരെ കണ്ടത്? ഇമ്മമ്മനെ കണ്ട? കണ്ടില്ല? കണ്ടോ? നമ്മളിപ്പോ എവിടുക്ക പോണത്? ഉപ്പച്ചിന്റെ വീട്ടിൽ ആരെ കാണാനാ പോണത്? പാമ്പുരി ആണല്ലോ. പാമ്പുരി പാമ്പുരി സമൂസ പിടിക്ക്. ആദ്യമായിട്ടാണ് റീനു ഉപ്പച്ചിന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടാ. ഉയര് നോക്ക. ബാബനെ കാണിച്ചിട്ടാണ്. ബാബനെ കാണിച്ചിട്ടാ വന്നിട്ടാണ്. ഉണ്ട്. ഒന്ന് റൂമോ കൊടുത്താളെ ആരെങ്കിലും. ഒന്ന് റൂമോക്ക് അബു അയ്മോന്.